കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ പയ്യന്നൂർ തഹസിൽദാർക്കെതിരെ നടപടി. തഹസിൽദാർ KP പോളിനെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ആന്റണി ജിസ്റ്റോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാണിച്ച് എന്ന സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുകയാണ്. തഹസിൽദാറായ KP പോളിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും വലിയ ഒരു മോശമായൊരു സംഭവമാണ് ഇതും ഈ രാജേഷിനോടുള്ള അനാദരവ് എന്നുള്ള നിലയിൽ കണ്ടത്. കാരണം മറ്റൊരു ജീവൻ രക്ഷിക്കുന്നതിന് ഇടയിലാണ് സ്വന്തം ജീവൻ ത്യജിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം രാജേഷ് നടത്തിയത്. അതിനിടയിലാണ് ഇത്തരത്തിൽ രാജേഷ് മരിക്കുന്നത്. ഏതായാലും സംസ്ഥാനമടക്കം ഔദ്യോഗിക ബഹുമതികളോടെയാണ് രാജേഷിന് അന്ത്യയാത്ര നൽകിയത്. ഏതായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ വലിയ വീഴ്ച വരുത്തിയത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തഹസിൽദാറായിട്ടുള്ള KP പോളിനായിരുന്നു ഈ മൃതദേഹം ഈ വീട്ടിൽ എത്തിക്കുന്നതിൻ്റെ ചുമതല എന്ന് പറയുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ മൃതദേഹം 2 ദിവസത്തിന് ശേഷമാണ് ലഭിക്കുന്നത്. അതിൻ്റെതായ പഴക്കമുണ്ട്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ആശുപത്രി അധികൃതർ തന്നെ തഹസിൽദാരോട് പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസിൽ മാത്രമേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഫ്രീസർ സംവിധാനമുള്ള ആംബുലൻസ് പരിയാരത്തില്ല, പുറത്തുനിന്ന് ആംബുലൻസ് വിളിക്കണമെന്നുള്ള കാര്യം. പക്ഷേ സാമ്പത്തിക ചെലവ് വലുതായതുകൊണ്ട് തന്നെ ഫണ്ടില്ല എന്ന കാരണത്താൽ ഈ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ ഈ മൃതദേഹം കയറ്റി വിടുകയാണ് ചെയ്തത്. പിന്നീട് തൃശ്ശൂർ ചാവക്കാട് എത്തിയപ്പോൾ ഈ മൃതദേഹം അവസ്ഥ മോശമായതിനെ തുടർന്ന് പിന്നീട് അവിടെ വെച്ച് ഫ്രീസറുള്ള ഒരു ആംബുലൻസ് കൊണ്ടുവന്ന് വഴിയരികിൽ വെച്ച് മൃതദേഹം മാറ്റി. പിന്നീട് ആംബുലൻസ് പോകുന്ന വഴിക്ക് വേറൊരിടത്ത് വെച്ചും ഇത്തരത്തിൽ മാറ്റിക്കയറുന്നൊരു സാഹചര്യം ഉണ്ടായി. കാരണം വലിയ ഒരു അനാദരവ് വഴിയരികിൽ വെച്ച് മാറ്റുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ ഫ്രീസറുള്ള ആംബുലൻസ് ഒരുക്കുന്നതിലുള്ള വീഴ്ച, അങ്ങനെ ഗുരുതരമായ വീഴ്ച ഈ KP പോളിന് സംഭവിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ റവന്യൂ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർക്കാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ADM ആണ് അന്വേഷണം നടത്തിയത്. ADM അന്വേഷണത്തിൻ്റെ ഭാഗമായി പരിയാരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. അത് സംബന്ധിച്ച് ഈ തഹസിൽദാരുടെ ഭാഗത്തു വന്ന വീഴ്ച തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചതെന്നുള്ള കണ്ടെത്തലുണ്ടായി. ആ റിപ്പോർട്ട് ജില്ലാ കളക്ടർ റവന്യൂ മന്ത്രിക്ക് ഉച്ചയോടെ കൈമാറി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ സസ്പെൻഷൻ നൽകാൻ ഉള്ള നിർദ്ദേശം നൽകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർ സസ്പെൻഷൻ ഓർഡർ ഇറക്കിയിരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഗുരുതരമായൊരു അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ജില്ലാ കളക്ടർ തന്നെ പറഞ്ഞിരുന്നു, ഇത്തരത്തിൽ ഈ സാമ്പത്തികമായ പ്രശ്നത്തിൻ്റെ കാര്യമില്ല, അത് യഥാസമയം ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നൊരു പ്രശ്നമായിരുന്നു, പണത്തിൻ്റെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ അതും ഈ തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് കണ്ടെത്തൽ. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്.